ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് മോഡേൺ ഇന്ത്യയുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക് സ്പെക്ട്രത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇന്ന് മോഡേൺ ഇന്ത്യയുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം എനിക്ക് മറ്റന്നാളാകുമ്പോഴേക്കും ഫിസിക്കൽ ജോഗ്രഫി കൂടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. മോഡേൺ ഇന്ത്യ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കുറച്ച് നാൾ മുമ്പ് വരെ, അതായത് ഒരു കുറച്ച് മുന്നത്തെ വർഷം വരെ, ഒരു 2024 വരെ കേട്ടോ, മോഡേൺ ഇന്ത്യ എല്ലാവരും വിചാരിച്ചിരുന്നത് മോഡേൺ ഇന്ത്യയുടെ വെയിറ്റേജ് കുറഞ്ഞു. അതായത് പ്രിലിംസിന് ഒരു രണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു 2024 ചോദിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ എല്ലാവരും വിചാരിച്ചിരുന്നത് മോഡേൺ ഇന്ത്യയുടെ എന്താ പറയുക ഇമ്പോർട്ടൻസ് പ്രിലിംസിൽ കുറഞ്ഞു. ഏൻഷ്യൻറ്റും പിന്നെ മെഡീവലും ആണ്, ആർട്ട് ആൻഡ് കൾച്ചറും ഒക്കെയാണ് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി മോഡേൺ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രിലിംസിന് കേട്ടോ. പക്ഷേ 2025 UPSC തന്നെ എന്താ പറയുക നമ്മളെ ഞെട്ടിച്ചു. 8 ക്വസ്റ്റ്യൻസാണ് മോഡേൺ ഇന്ത്യയിൽ നിന്ന് മാത്രം ചോദിച്ചത്. പക്ഷേ ആ 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ UPSC ചോദിച്ചത്. അതായത് എപ്പോഴും UPSC എന്താ പറയുക ഈ CSE എക്സാമിനായാലും വേറെ ഏത് എക്സാമിനായാലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ ഒന്ന് വായിച്ച് PYQs ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ആ 8 ക്വസ്റ്റ്യൻസിന് വെച്ചിട്ട് ഒരു 16 മാർക്ക് നമുക്ക് പുഷ്പം പോലെ വാങ്ങിച്ചെടുക്കാമായിരുന്നു. പിന്നെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഇപ്രാവശ്യത്തെ UPSCയുടെ നോട്ടിഫിക്കേഷൻസ് വന്നായിരുന്നു. ഫെബ്രുവരി 4 ആയിരുന്നു വന്നത്. 24 വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് എക്സാമിന്. പ്രിലിംസിൻ്റെ എക്സാമിന് മാറ്റമൊന്നുമില്ല, സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ May 24 തന്നെ നടക്കും. പിന്നെ ഇപ്രാവശ്യത്തെ രജിസ്ട്രേഷന് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഫോട്ടോയുടെ കാര്യത്തിലാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം മറ്റേ JPG ഫോമാറ്റിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈവ് ഫോട്ടോ ടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയും ഈ ലൈവ് ഫോട്ടോയും മാച്ച് ആവണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ID പ്രൂഫായിട്ട് കൊടുക്കത്തില്ലേ, അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ആധാർ തന്നെ നിങ്ങളുടെ ID പ്രൂഫായിട്ട് വെക്കാൻ നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് വേറെ മറ്റേ നമ്മുടെ പാൻ കാർഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ അത് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആധാർ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന മാറ്റം ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ നേരത്തെ IAS ഇപ്പോൾ കഴിഞ്ഞൊരു അറ്റംപ്റ്റിൽ IAS IFS അലോട്ട് ചെയ്ത് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് അവർ ഓൾറെഡി സർവീസിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ IAS കിട്ടി അല്ലെങ്കിൽ IFS കിട്ടി, ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ് പീരീഡിലിരിക്കുന്നവരായിരിക്കും. സോ അവർക്ക് വീണ്ടും എക്സാമിന് എഴുതാൻ പറ്റത്തില്ല. പക്ഷേ IPS കിട്ടിയവർക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ എനിക്കതൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി അവർക്ക് IAS കിട്ടി, IFS ഒക്കെ കിട്ടി. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാൻ നേരത്ത് ഓൾറെഡി അവർ സർവീസിലുണ്ടല്ലോ, അവർക്ക് ഇനി തോറ്റാലും ജയിച്ചാലും അവർക്ക് ആ ഇത് തന്നെ കിട്ടും. പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളുടെ ഒരു സീറ്റായിരിക്കും, ഒരു റാങ്ക് ആയിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. സോ എനിക്കിത് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഈ IASഉം IFSഉം കിട്ടിയ ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് വേണമെങ്കിൽ ഈ റിസൈൻ ചെയ്തിട്ട്, അതായത് റെസിഗ്നേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ അവർക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതിലൊരു കുഴപ്പമില്ല. പക്ഷേ അവർ ഫോർമലി റിസൈൻ ചെയ്തിരിക്കണം. പിന്നെ IPS കിട്ടിയവർക്ക് ഓൾറെഡി എഴുതാമെന്ന് പറഞ്ഞിരുന്നല്ലോ, IPS കിട്ടിയവർക്ക് വീണ്ടും എക്സാം എഴുതാൻ പറ്റും, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ എക്സാം എഴുതി റാങ്ക് കിട്ടുമ്പോൾ അവർ വീണ്ടും IPS തന്നെ ചൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഉണ്ടാവുമല്ലോ സിവിൽ സർവീസിന് സെലക്റ്റഡ് ആയവർക്ക്. അപ്പോൾ അവർ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കണം, ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആക്കും. പിന്നെ എപ്പോഴും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഇപ്പോൾ ലാസ്റ്റ് ഇയർ അതായത് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനൊക്കെ എക്സാം എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതായത് നമ്മുടെ മെയിൻസ് എക്സാമിന് മുമ്പ് കിട്ടിയിരിക്കണം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏജ് ആയിട്ടുണ്ട്, അതായത് 18 ഇയേഴ്സ് ഓൾഡായി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എന്തായാലും എഴുതാൻ പറ്റും. പിന്നെ UPSCക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവരുടെ നിയർ ബൈ സെൻറ്റേഴ്സ് തന്നെ കിട്ടും എന്നാണ് പറയാറ്. അപ്പോൾ നിയർ ബൈ സെൻറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ഒക്കെ കുറച്ച് എളുപ്പമായിരിക്കും, പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാം ഇപ്രാവശ്യം എഴുതുന്നവരൊക്കെ വേഗം പോയി രജിസ്റ്റർ ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.